നമുക്ക് കുറച്ച് പ്രധാന കൃതികളും ആ കൃതികൾ ആരെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് എന്നും ആ കൃതികളുടെ രചയിതാക്കളെയും പരിചയപ്പെടാം. കൃതി എൻ്റെ ഗുരുനാഥൻ. ഇത് ഗാന്ധിജിയെക്കുറിച്ചാണ്. രചിച്ചത് വള്ളത്തോളാണ്. കൃതി ബാപ്പുജി. ഇത് ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ചുള്ള ഒരു വിലാപകാവ്യമാണ്. രചിച്ചത് വള്ളത്തോളാണ്. കൃതി പ്രരോദനം. ഇത് AR രാജരാജവർമ്മയുടെ വിയോഗത്തിൽ ദുഃഖിതനായി കുമാരനാശാൻ രചിച്ചതാണ്. കൃതി ശ്രീകൃഷ്ണ പരുന്തിനോട്. ഇത് സ്വാമി വിവേകാനന്ദനെക്കുറിച്ചാണ്. രചിച്ചത് വള്ളത്തോളാണ്. കൃതി മലയാളത്തിൻ്റെ തല. ഇത് ശ്രീശങ്കരനെക്കുറിച്ചാണ്. രചിച്ചത് വള്ളത്തോളാണ്. അടുത്തൊരു മഹാകാവ്യമാണ്. പേര് ഉമാകേരളം. ഇത് തിരുവിതാംകൂറിലെ ചരിത്ര സംഭവങ്ങളെക്കുറിച്ചുള്ളതാണ്. രചിച്ചത് ഉള്ളൂരാണ്. കൃതി തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ഇത് തുഞ്ചത്തെഴുത്തച്ഛനെക്കുറിച്ചാണ്. രചിച്ചത് C രാധാകൃഷ്ണനാണ്. കൃതി സുന്ദരികളും സുന്ദരന്മാരും. ഇത് മലബാർ കലാപം നടന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിലെ 3 തലമുറകളിലെ കഥാപാത്രങ്ങളെക്കുറിച്ചാണ്. രചിച്ചത് ഉള്ളൂരാണ്. കൃതി നെല്ല്. ഇത് വയനാട്ടിലെ തിരുനെല്ലിയിലെ ആദിവാസികളുടെ ജീവിതത്തെക്കുറിച്ചാണ്. രചിച്ചത് P വത്സലയാണ്. കൃതി മധുരം ഗായതി. ഇതിലെ നായകൻ പറക്കുന്ന ആൽമരമാണ്. രചിച്ചത് OV വിജയനാണ്. കൃതി എൻ്റെ ചരിത്രാന്വേഷണ പരീക്ഷകൾ. ഇതൊരു ആക്ഷേപഹാസ്യകൃതിയാണ്. രചന OV വിജയൻ. കൃതി സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ. ഇത് സ്മരണകൾ എന്ന വിഭാഗത്തിൽപ്പെടും. രചിച്ചത് OV വിജയനാണ്.